divine power has bestowed on us everything necessary for life and godliness. How much you know who you are, that much success is yours. Amen. Ignorance is the biggest problem in a Christian life. In the difficult time, I am going to increase. ലോകത്തിലേക്കാൾ വലിയവൻ എൻ്റെ ഉള്ളിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിലെ ഒരു ദുർഘടത്തിനും എന്നെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. അതിന് നടുവിൽ ഞാൻ ഇൻക്രീസ് ആകാനാ പോകുന്നത്. You have to think, this is the time of possibilities. This is the time of my increase. When I am facing challenges, I step into another level. 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 Amen. But challenge you, that is a time of your possibility. When you are mature, you will say, I will overcome it. I can do it. I call to be an overcomer. I started to learn about we are called to live an extraordinary life. ഞാനൊരു കാര്യം മനസ്സിലാക്കി, നമ്മൾ വിളിച്ചിരിക്കുന്നത് ഒരു അസാധാരണമായ ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. Most of the people, most of the Christian never think such a way. കൂടുതൽ ക്രിസ്ത്യാനികൾ അങ്ങനെ രീതിയിൽ ചിന്തിക്കാൻ ഇടയാകുന്നില്ല. How many of you think you are called to be called to live an extraordinary life? എത്ര പേർക്ക് വിശ്വസിക്കുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അസാധാരണമായ ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ടാണ്? Now you are raising hands and praising, it's okay, but our mindset is totally different. നമ്മളിപ്പോൾ സ്തുതിക്കുക ആരാധിക്കുകയൊക്കെ ചെയ്യുന്നത് കേൾക്കുമ്പോൾ, പക്ഷേ നമ്മുടെ മനസ്ഥിതി എന്ന് പറയുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമാണ്. I was there and I was started to learn we are called to an exceptional life, but it is so struggle to adapt. എനിക്ക് അസാധാരണമായ ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായെങ്കിലോ, പക്ഷെ അതിലേക്ക് വരുവാൻ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. Lot of questions in my heart. ഒത്തിരി ചോദ്യങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. If you don't have any question, that means you don't know what I am sharing. നിങ്ങൾക്ക് അങ്ങനെ ഒരു ചോദ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഞാൻ എന്താണ് പറയുന്നതെന്ന്. So the first question come into my heart. ഒന്നാമത്തെ ചോദ്യം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നത്, I know the Holy Spirit is lives in me. എനിക്കറിയാം പരിശുദ്ധാത്മാവ് എൻ്റെ അകത്തുണ്ടെന്ന്. I know Jesus started to live in me. എനിക്കറിയാം യേശു എൻ്റെ അകത്ത് ജീവിക്കുന്നുണ്ടെന്ന്. But I am still live a normal life. പക്ഷേ ഞാൻ ഒരു സാധാരണ ജീവിതമാണ് ജീവിക്കാൻ ഇടയാകുന്നത്. How is it possible? എങ്ങനെയാണ് അത് സാധ്യമാകുന്നത്? We are hearing about one day God will change your situation, one day God will change your situation, one day God will cleanse your tears, one day you will going to progress. I asked Lord, you are saying according to the word you are living in us, then we are thinking waiting for a one day. That means something is confusion there. നമ്മൾ കേൾക്കുവാൻ ഇടയായത് ഒരു ദിവസം ദൈവം എൻ്റെ പ്രശ്നങ്ങൾ മാറ്റി, ഒരു ദിവസം എൻ്റെ കണ്ണുനീര് തുടയ്ക്കും, ഒരു ദിവസം എന്നാണ് കേൾക്കാൻ ഇടയാകുന്നത്. പക്ഷേ ദൈവമേ, നീ വചനത്തിൽ പറയുന്നത് എൻ്റെ ഉള്ളിലാണ് നീ ജീവിക്കാൻ ഇടയാകുന്നത്, പിന്നെ എങ്ങനെയാണ് ഒരു ദിവസം ഇത് മാറ്റുവാൻ ഇടയാകുന്നത് എന്ന് ഞാൻ ദൈവത്തോട് ചോദിക്കുവാൻ ഇടയായി. Creator of the universe lives in me. എന്നുവെച്ചാൽ ഈ ലോകത്തിന്റെ സൃഷ്ടാവ് എൻ്റെ അകത്ത് ജീവിക്കാൻ ഇടയാകുന്നു. But I am living in a poverty. പക്ഷേ ഞാൻ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നു. The creator of the universe lives in me. ഈ സർവ്വപ്രപഞ്ചത്തിന്റെ ഉടയവൻ എൻ്റെ അകത്ത് ജീവിക്കുന്നു. I am saying I am an ordinary Christian. എന്നിട്ട് ഞാൻ പറയുന്നു ഞാൻ ഒരു സാധാരണപ്പെട്ട ക്രിസ്ത്യാനിയാണ്. The creator of the universe lives in me. പ്രപഞ്ചത്തിന്റെ ഉടയവൻ എൻ്റെ അകത്ത് ജീവിക്കുന്നു. Still I am struggle to live in this world. എന്നിട്ട് ഞാൻ ഈ ലോകത്തിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടുന്നു. Something is wrong there. എവിടെയോ ഒരു പ്രശ്നമുണ്ട്, എവിടെയോ ഒരു തെറ്റ് അതിലുണ്ട്. So slowly I started to learn. പതുക്കെ ഞാൻ അതിനെ പഠിക്കാനായി തുടങ്ങി. That day God spoke to me like this. ആ ദിവസം ദൈവം എന്നോട് സംസാരിക്കാൻ ഇടയായി. Ignorance is the biggest problem in a Christian life. അറിവില്ലായ്മയാണ് ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. Live in ignorance means living in foolishness. അറിവില്ലായ്മയിൽ ജീവിക്കുക എന്ന് പറയുന്നത് വിഡ്ഢിത്തത്തിൽ ജീവിക്കുക എന്നതാണ്. Hallelujah. It never lets you go of poverty. അത് ഒരിക്കലും നിന്നെ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ അനുവദിക്കത്തില്ല. Sickness, failures, പരാജയത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന് ഒരിക്കലും നിന്നെ പുറത്തു വരാൻ അനുവദിക്കത്തില്ല. That means if you are live in ignorance, you will live in failure. എന്ന് വെച്ചാൽ നീ അറിവില്ലായ്മയിലാണ് ജീവിക്കുന്നതെങ്കിൽ നീ പരാജയത്തിലാണ് ജീവിക്കുന്നത്. Say to your neighbor, if you are living in ignorance, that means you are living in failure. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞിട്ട് നീ അറിവില്ലായ്മയിലാണ് ജീവിക്കുന്നതെങ്കിൽ നീ പരാജയത്തിലാണ് ജീവിക്കുന്നത്.
Are you following me? എന്നെ പിന്തുടരുന്നുണ്ടോ? Great grace impartation is going to take place. കൃപയുടെ ഒരു വലിയ പകർച്ച ഇന്ന് സംഭവിക്കാനായി പോകുന്നു. Your style of your thoughts is going to reformed. Amen. ചിന്തകൾ ഇന്ന് പുനഃസ്ഥാപിക്കപ്പെടാനായി പോകുന്നു. Let's turn to 2 Timothy chapter 3 verse 1. 2 തിമോത്തി 3:1. If you can open your Bible and read with me, is nice. നിങ്ങൾക്ക് ബൈബിൾ തുറന്ന് എൻ്റെ കൂടെ വായിക്കാൻ പറ്റുന്നെങ്കിൽ അത്രയും നല്ലത്. If you have with your Bible in your mobile, please open with it. നിങ്ങളുടെ മൊബൈലിലാണ് ബൈബിൾ ഉള്ളെങ്കിൽ അത് തുറന്നാട്ടെ. Let's start to read that. അത് ആ വചനം വായിച്ചാട്ടെ. It is written, you shall know this, Timothy, that in the last days there will be very difficult times. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. Very difficult time. ദുർഘട സമയങ്ങൾ വരും. വളരെ വളരെ പ്രയാസമുള്ള സമയം വരും. Very difficult time. വളരെ പ്രയാസമുള്ള സമയം. So according to the Bible says end time we are going to see lot of difficulties. ബൈബിൾ പറയുന്നത് അന്ത്യനാളിൽ വളരെ കഷ്ടത പ്രയാസമുള്ള കാലഘട്ടം വരാനായി പോകുന്നു. When we read the scripture, നമ്മൾ ഈ വാക്യം വായിക്കുന്ന സമയത്ത്, or when we hear the scripture from a preacher, അല്ലെങ്കിൽ ഒരു പ്രസംഗകന്റെ അടുത്ത് നിന്ന് ഈ വാക്യം നമ്മൾ കേൾക്കുമ്പോൾ, suddenly we started to prepare ourselves. നമ്മൾ തന്നെ നമ്മളെ ഒരുക്കുവാനായി തുടങ്ങും. They don't know what they are preparing, but they are saying you have to prepare. അവർക്ക് അറിയത്തില്ല എന്തിനു വേണ്ടിയിട്ടാ ഒരുങ്ങേണ്ടതെന്ന്, പക്ഷെ അവർ പറയും നിങ്ങൾ അത് ഒരുങ്ങണമെന്ന്. So when we hear this type of message, നമ്മൾ ഇതുപോലുള്ള സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ, hallelujah, the situations or the elements of this world may want to put their negatives on you. എന്നുവെച്ചാൽ ഈ സാഹചര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് സാഹചര്യങ്ങൾ അതിന്റെ നെഗറ്റീവ് വശങ്ങൾ നിന്റെ അകത്തേക്ക് ഇടുവാനിടയാകും. Very difficult times. വളരെ ദുർഘടമായ സമയം. When we hear the very difficult time, വളരെ പ്രയാസമുള്ള സമയം നമ്മൾ കേൾക്കുമ്പോൾ, suddenly some negatives come into our mind. ഉടനെ ചില നെഗറ്റീവായ ചിന്തകൾ എന്റെ ഹൃദയത്തിലേക്ക് വരും. Is it true or not? അത് ശരിയാണോ തെറ്റോ? Is come into your mind or not? അത് നിങ്ങളുടെ ഹൃദയത്തിൽ വരാറുണ്ടോ? So when we hear about the very difficult time, suddenly a thing come into our heart. It's all negative thoughts. നമ്മൾ ഈ ദുർഘട സമയം എന്ന് കേൾക്കുന്ന സമയത്ത് നെഗറ്റീവായ ചിന്തകൾ എന്റെ ഹൃദയത്തിലേക്ക് വന്നിട്ട് ഞാൻ പ്രയാസമുള്ള കാര്യങ്ങൾ ചിന്തിക്കാനായി തുടങ്ങും. The thought come into your heart to get you to believe it. ചിന്തകൾ നിന്റെ അകത്തേക്ക് വരുന്നത് അത് വിശ്വസിക്കത്തക്ക രീതിയിൽ നിന്നെ ആക്കാൻ വേണ്ടിയിട്ടാണ്. Next step, an act contrary to the word also. വചനത്തിൽ വിപരീതമായി പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണ് അത് നിന്റെ ഹൃദയത്തിലേക്ക് വരുന്നത്. എല്ലാവർക്കും മനസ്സിലായില്ല? When we heard about the very difficult time, suddenly a negative thought come into our heart. നമ്മൾ വളരെ പ്രയാസമുള്ള കാലഘട്ടത്തെ കുറിച്ച് കേൾക്കുമ്പോൾ നെഗറ്റീവായ ചിന്തകൾ എന്റെ ഹൃദയത്തിലേക്ക് വരും. We respond to it. നമ്മൾ അതിനോട് പ്രതികരിക്കും. Automatically we act accordingly. സാധാരണ രീതിയിൽ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ പ്രതികരിക്കാനായി തുടങ്ങും. Accordingly, it is contrary to the word. നമ്മൾ അതിനനുസരിച്ച് പ്രതികരിക്കുമ്പോഴാണ് അത് വചനത്തിന് വിപരീതമായി നമ്മൾ പ്രതികരിക്കാൻ ഇടയാകുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ വലിയ പ്രയാസമുള്ള സമയങ്ങൾ വരുന്നു നമ്മൾ കേൾക്കുമ്പോൾ, ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ കുറേ നെഗറ്റീവായ ചിന്ത വരുമോ ഇല്ലയോ? ആ വരുന്നത് ഒന്ന് നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അങ്ങനെ വരും, അത് നിനക്ക് വരും, നിന്റെ ലൈഫിൽ വരും എന്ന് ചിന്തിപ്പിക്കാൻ വേണ്ടിയാ. രണ്ട്, അതനുസരിച്ച് നിന്റെ ലൈഫിനെ നീ ആക്ട് ചെയ്യാൻ വേണ്ടിയാ, പ്രതികരിക്കാൻ വേണ്ടിയാ. പ്രതികരിച്ചാൽ എന്ത് സംഭവിക്കുന്നറിയോ? ഞാൻ വചനത്തിന് കോൺട്രഡിക്ടറി ആയിട്ടാ പ്രതികരിക്കുന്നേ, വചനത്തിന് വിരുദ്ധമായിട്ടാ പ്രതികരിക്കുന്നേ. നിങ്ങൾ എൻ്റെ കൂടെ എത്തിയോ? ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. When you hear about very difficult time, the negativities will come into our mind. നിങ്ങൾ ദുർഘട സമയത്തെക്കുറിച്ച് കേൾക്കുന്ന സമയത്ത് നെഗറ്റീവായ കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുവാനിടയാകും. We never think we have a time of impossibility. നമ്മൾ ഒരിക്കലും ചിന്തിക്കത്തില്ല നമ്മൾക്ക് അസാധ്യങ്ങളുടെ സമയമുണ്ടെന്ന്. Listen, when we heard about a very difficult time, suddenly we started to think, oh, difficulties are coming, my life is going to be ruined because of this time, devil is going to destroy. That's what we started to think. നമുക്ക് ഈ ദുർഘട സമയത്തെക്കുറിച്ച് കേൾക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, പിശാച് എന്നെ തകർക്കാനായി പോകുന്നു, ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ എന്നെ ഫേസ് ചെയ്യാനായി പോകുന്നു, ഞാൻ അതിന്റെ മേൽ കീഴ്പ്പെടാനായി പോകുന്നു എന്ന് ഞാൻ ചിന്തിക്കുവാൻ ഇടയാകും. But you have to know one thing. പക്ഷേ when we heard about very difficult time in the Bible, it never say it is a time of impossibility.
നമ്മൾ ദുർഘട സമയത്തെക്കുറിച്ച് കേൾക്കുന്ന സമയത്ത് ബൈബിൾ ഒരിക്കലും പറഞ്ഞില്ല അത് അസാധ്യങ്ങളുടെ സമയമെന്ന് ഇതുവരെ പറയാനിടയായില്ല. Hallelujah. The world may face difficult time. ലോകം ചിലപ്പോൾ ദുർഘടമായ സമയം കണ്ടെന്ന് വന്നേക്കാം. But that time my possibility is going to increase. പക്ഷേ ആ സമയത്തെ എന്റെ സാധ്യതകൾ വർദ്ധിക്കാനായി പോകുന്നു. Look at all Bible. നിങ്ങൾ From Genesis to Revelation. നിങ്ങൾ ബൈബിളിലുടനീളം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നോക്കിയാലും Whenever the people of God face very difficult time, they increase and multiply differently, increase differently. നിങ്ങൾ വെളിപ്പാട് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വചനത്തിൽ നോക്കിയാൽ ദൈവമക്കൾ എവിടെയാണോ ദുർഘടമായ സമയം നേരിടുവാനിടയായത് ആ സമയത്തൊക്കെ അവർ വർദ്ധിച്ച് ഇരട്ടിയായി വർദ്ധിക്കുവാനിടയായി. That means if you read Exodus, we can see Pharaoh trying to destroy the people, but while they are facing the fire, while the Pharaoh trying to destroy them, they increase differently, they multiply differently. നിങ്ങൾ പുറപ്പാട് പുസ്തകത്തിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, എവിടെയൊക്കെയാണോ ദൈവജനത്തെ ഫറവോൻ ആക്രമിക്കാൻ നോക്കുന്നത് ആ സമയത്തല്ല അവർ വർദ്ധിച്ച് അത് സമൃദ്ധിയിലേക്ക് വരുന്ന കാണുവാനിടയായി. Difficult time, it is for the world. Difficult time, it is not for me. That is my time for possible. My time of possibilities. Amen. ദുർഘട സമയം എന്ന് പറയുന്നത് ലോകത്തിനുള്ളതാണ്, അത് എനിക്കുള്ളതല്ല. എനിക്കുള്ള ദുർഘട സമയം എന്ന് പറയുന്നത് എനിക്ക് വർധനവിന്റെ ഇൻക്രീസിന്റെ സമയമാണ്. In the difficult time, I am going to increase. ഈ ദുർഘട സമയത്ത് ഞാൻ വർദ്ധിക്കാനായി പോകുന്നു. Come on, church, I am going to increase. ഞാൻ വർദ്ധിക്കാനായി പോകുന്നു. This is the time of my possibilities. ഇത് എന്റെ സാധ്യതകളുടെ വർഷമാണ്. This is the time of my possibilities. എന്റെ സാധ്യതകളുടെ സമയമാണ്. Not impossibilities. അസാധ്യങ്ങളൊന്നുമില്ല. Say to your neighbor, it is the time of possibilities. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞാട്ടെ, ഇത് എന്റെ സാധ്യതകളുടെ സമയമാണ്. That means when we are facing difficult time, that time is time of possibilities. Amen. എനിക്ക് ദുർഘടമായ സമയം ഞാൻ നേരിടുന്ന സമയത്ത് എന്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അത് സാധ്യതകളുടെ സമയമായി മാറ്റപ്പെടുകയാണ്. Hallelujah. Because the God Jesus lives in me. കാരണം യേശു എന്റെ അകത്ത് ജീവിക്കുന്നു. Come on, church, കൈ അടിച്ചൊരു ആമേൻ പറ. ലോകത്തിലേക്കാൾ വലിയവൻ എന്റെ ഉള്ളിൽ ജീവിക്കുമ്പോ ഈ ലോകത്തിലെ ഒരു ദുർഘടത്തിനും എന്നെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. അതിന് നടുവിൽ ഞാൻ ഇൻക്രീസ് ആകാനാ പോകുന്നത്. But our problem is when we hear about difficult time, suddenly negatives come into our mind. പക്ഷേ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ദുർഘട സമയത്തെക്കുറിച്ച് ഞാൻ കേൾക്കുന്ന സമയത്ത് നെഗറ്റീവായ ചിന്തകൾ എൻ്റെ ഹൃദയത്തിലേക്ക് വരും. You have to think this is the time of possibilities. നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത് എൻ്റെ സാധ്യതകളുടെ സമയമാണ്. This is the time of my increase. ഇത് എൻ്റെ വർധനവിന്റെ സമയമാണ്. This is the time I am going to shine. ഈ സമയമാണ് ഞാൻ തിളങ്ങാനായി പോകുന്നത്. Come on, church, that is what I believe in the word. ഞാൻ ഈ ലോകത്തിൽ ഞാൻ അതാണ് വിശ്വസിക്കുന്നത്. If you read from Genesis to Revelation, where so many times the people face difficult times. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ very difficult time. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നോക്കിയാൽ ദൈവജനം പലപ്പോഴും ദുർഘട സമയം ഫേസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. No one can destroy the people of God. പക്ഷേ ആർക്കും ദൈവജനത്തെ തകർത്ത് കളയാനായി സാധിക്കത്തില്ല. Instead of that time, they increase double, triple, in another level they increase. Amen. സമയത്തിന് പകരം അവർ വർദ്ധിച്ച് ഇരട്ടിയായി വർദ്ധിക്കുവാനിടയാകും. You are going to increase this season. You are going to increase in this season. ഈ സീസണിൽ നിങ്ങൾ വർദ്ധിക്കാൻ പോകുന്നു. Come on, church, worship the Lord and say, I am going to increase in this season. പറഞ്ഞാട്ടെ, ഞാൻ വർദ്ധിക്കാനായി പോകുന്നു. You may have faced challenges in the life. നിങ്ങളുടെ ജീവിതത്തിൽ ചലഞ്ചസ് നിങ്ങൾ നേരിട്ടെന്ന് വന്നേക്കാം, വെല്ലുവിളികൾ നേരിട്ടെന്ന് വന്നേക്കാം. Listen to me this very carefully. എന്നെ ശ്രദ്ധിച്ചാലോ. It is because God ordained them for your victories. കാരണം ദൈവം നിന്നെ ഓർഡർ ചെയ്തിരിക്കുന്നത് നിന്നെ ജയാളിയായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ചലഞ്ചസിനെ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നത് ദൈവം ഓർഡർ ചെയ്ത് ആക്കി വെച്ചിരിക്കുന്നത് നിന്റെ വിജയത്തിന് വേണ്ടിയാണ്. ആമേൻ. Come on, church.
It is because God ordained them for your victory and for your promotion. Amen. ദൈവം ഈ പ്രശ്നങ്ങൾ നിന്റെ മേൽ ഓർഡർ ചെയ്തു വെച്ചിരിക്കുന്നത് നിനക്ക് ജയത്തിന് വേണ്ടിയിട്ട്, നിനക്ക് പ്രൊമോഷന് വേണ്ടിയിട്ടുമാണ് ദൈവം അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്. So just imagine, when I'm facing challenges, I step into another level, I step into another level, I step into another level, I step into another level. Amen. ദുർഘട സമയം നിങ്ങൾ നേരിടുന്ന സമയത്ത് നിങ്ങൾ കണ്ടാട്ടെ, നിങ്ങൾ അടുത്ത നിലവാരത്തിലേക്ക് ഒരു സ്റ്റെപ്പ് കയറുന്നത് പോലെ കയറുകയാണെന്ന് കണ്ടാട്ടെ. ഞാൻ ചലഞ്ച് ചെയ്ത് പറയുക, ഇന്നൊരു ഇമ്പാർട്ടേഷൻ ഉണ്ടാകും. All of you are going to get into another realm of life. നിങ്ങളെ എല്ലാവരും അടുത്ത ജീവിത നിലവാരത്തിലേക്ക് കയറാനായി പോകുന്നു. Come on, just worship the Lord. ദൈവത്തെ സ്തുതിച്ചാട്ടെ. Difficult time. ദുർഘട സമയം. It is ordained for me to my victory. എന്റെ വിജയത്തിനായി ദൈവം ഓർഡർ ചെയ്തിരിക്കുന്ന സമയമാണ്. Hallelujah. Hallelujah. But when we are facing difficult time, പക്ഷേ നമ്മൾ ദുർഘട സമയം നേരിടുന്ന സമയത്ത്, challenges, വെല്ലുവിളികൾ, what will do? They will drop negativity in your heart. നമ്മൾ ദുർഘട സമയം വെല്ലുവിളികളെ നേരിടുന്ന സമയത്ത് പിശാച് നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് നെഗറ്റീവായ ചിന്തകൾ കൊണ്ടിടുവാൻ ഇടയാകും. How are you going to survive? എങ്ങനെയാണ് ഞാൻ അതിനെ മറികടന്നു വരിക? Facing inflations. So, ഞാൻ നേരിടുന്നു. oh, how can I overcome this inflation? എങ്ങനെയാണ് ഞാൻ ഈ വിലക്കയറ്റത്തെ മറികടന്നു വരിക? Petrol charges are increasing. പെട്രോളിന്റെ ചാർജുകൾ കൂടുന്നു. I don't have my salary is not increased. എന്റെ സാലറി കൂടുന്നതുമില്ല. How can I? എങ്ങനെയാണ് ഞാൻ മറികടക്കുക? So automatically a thought come into our heart. പെട്ടെന്ന് അങ്ങനെ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരും. Suddenly we align with this scripture. നമ്മൾ ഈ വചനവുമായിട്ട് നമ്മൾ suddenly we started to think very difficult time. നമ്മൾ ഉടനെ പറയാ, ഓ ദുർഘടമായ സമയം വരുന്നു. But challenge you, there is a time of your possibilities. പക്ഷേ ഞാൻ വെല്ലുവിളിച്ച് പറയുകയാണ്, അത് നിന്റെ സാധ്യതകളുടെ സമയമാണ്. I am prophesying. Don't stay in your old job. ഞാൻ പ്രവചിച്ചു പറയുന്നു, നിങ്ങളുടെ പഴയ ജോലി നിങ്ങൾ തുടരരുത്. Don't stand in your old business. നിങ്ങൾ പഴയ ബിസിനസ്സിൽ തുടരരുത്, നിൽക്കരുത്. God will open new doors for you. ദൈവം പുതിയ വാതിലുകൾ നിനക്കായി തുറക്കുന്നു. Hallelujah. 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 Reject every voice and questions. എല്ലാ ചോദ്യങ്ങളും എല്ലാ ക്വസ്റ്റ്യനുകളെ നിരാകരിച്ചാട്ടെ. The veracity of God's word എന്ന് പറഞ്ഞ ദൈവത്തിന്റെ നീതിയുടെ വചനത്തിന്റെ നീതിയോടുള്ള ബന്ധിക്കപ്പെട്ട് നിൽക്കുന്ന സകല ചോദ്യങ്ങളെയും തള്ളിക്കളഞ്ഞാട്ടെ. ആമേൻ. നിന്റെ അകത്ത് ദൈവദിനം പറയുന്ന ഉറപ്പിനോട് എതിർത്ത് വരുന്നതിനെ മുഴുവൻ തള്ളിക്കളഞ്ഞോണേ. You have to reject the veracity of the word of God. ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള എല്ലാ കാര്യത്തെയും നിരാകരിച്ചാട്ടെ. Come on church, give a praise offering to the Lord. ദൈവത്തിന് സ്തുതിയാഗം അർപ്പിച്ചാട്ടെ. Hallelujah. Hallelujah. Reject every voice and questions. The veracity of God's word. ദൈവവചനത്തിന് വിരുദ്ധമായിരിക്കുന്ന എല്ലാ ചോദ്യങ്ങളെയും നിരാകരിച്ചാട്ടെ. Come on. We are in a new season. നമ്മൾ ഒരു പുതിയ സീസണിലാണ്. Hallelujah. You have to establish your heart with the word of truth. Amen. ദൈവിക സത്യവുമായി നിന്റെ ഹൃദയത്തെ സ്ഥാപിക്കേണ്ട ആവശ്യമാണ്. When you are ready to establish your heart with the word of truth, you will never move, and nobody can make you move. നിന്നെ ദൈവവചനവുമായിട്ട് ഹൃദയത്തിൽ സ്ഥാപിക്കാൻ നീ ശ്രമിച്ചാൽ ആർക്കും നിന്നെ ഒരു സ്ഥലത്ത് നിന്ന് മാറ്റപ്പെടുത്തുവാനായി സാധിക്കത്തില്ല. Another word, you fill with the discernment of spirit. Discernment, വിവേചനത്താൽ നീ നിറയാൻ തുടങ്ങും എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ വചനത്തിനെ കൊണ്ട് ഉറപ്പിച്ചാൽ, ഏത് സാഹചര്യത്തിൻ്റെ നടുവിലും ഉറപ്പിച്ചാൽ നിങ്ങളെ ആർക്കും മൂവ് ചെയ്യാനായി പറ്റത്തില്ല. കഴിഞ്ഞില്ല, നിങ്ങളുടെ ഹൃദയം എല്ലാത്തിനെയും വിവേചിക്കുന്ന വിധത്തിലേക്ക് വരാൻ തുടങ്ങും. സാഹചര്യങ്ങളെ നിങ്ങൾ വിവേചിക്കും. You will discern everything. നിങ്ങളെ എല്ലാത്തിനെയും വിവേചിക്കാൻ ഇടയാകും.
life of discernment. വിവേചിക്കുന്ന ആത്മാവിൽ എത്ര പേർ ജീവിക്കാനിടയാകും? നിങ്ങൾക്കറിയാവോ, when we are facing issues, when you are facing troubles, tribulations, that the time God will increase your spirit of your discernment spirit. നമ്മൾ കഷ്ടതയും നമ്മൾ പ്രയാസത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് ദൈവത്തിനാണെങ്കിൽ വിവേചിക്കാനുള്ള ആത്മാവിൽ നിങ്ങളെ വർദ്ധിപ്പിക്കാൻ ദൈവം ഇടയാകും. People are thinking God want to just drop the gift of discernment. ആൾക്കാർ ചിന്തിക്കുന്നത് വിവേചനത്തിന്റെ ആത്മാവ് ഗിഫ്റ്റ് എനിക്ക് വേണമെന്നാണ്. God want to just drop it in your heart. That's what the people expect. ആൾക്കാർ ചിന്തിക്കുന്നത് ദൈവം അതിന്റെ നിന്റെ ഹൃദയത്തിനകത്ത് ഇടണമെന്നാണ് ചിന്തിക്കുന്നത്. ഈ വിവേചനത്തിന്റെ ആത്മാവ് ദൈവത്തിന് നമ്മുടെ എല്ലാം ചിന്ത, ദൈവം അത് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടിടണമെന്നാണ് നമ്മുടെ ചിന്ത. പക്ഷെ നിങ്ങൾ അറിയേണ്ടത്, നമ്മൾ പ്രശ്നങ്ങളിലൂടെ പോകുമ്പോൾ ആ പ്രശ്നത്തിനകത്ത് ഞാൻ എൻ്റെ ഹൃദയത്തെ ദൈവത്തിനും കൊണ്ട് ഉറപ്പിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ഹൃദയം വിവേചനത്തിൽ വളരാനായി തുടങ്ങും. കൈയടിച്ചില്ലല്ലോ നിങ്ങള്? കൈ അടിച്ചു ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. Hallelujah. Troubles and trials is ordained for my victory and my promotion. പ്രശ്നങ്ങളും തകർച്ചകളും എന്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന എനിക്ക് വിജയത്തിനാണ്, എന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ്. I don't know about your trials. നിങ്ങളുടെ പ്രശ്നങ്ങൾ എനിക്ക് അറിയത്തില്ല. I don't know your trials. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. But I tell you now, പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, you can just imagine your trials now. നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് ഇപ്പോൾ ചിന്തിക്കാം. And you have to think and speak to your trials. I am going to live victoriously in that place. You have to imagine and you have to say like that. നിങ്ങളുടെ പ്രശ്നങ്ങളെ നോക്കിയിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്തിട്ട് പറയണം, ഞാൻ അതിന്റെ മേൽ ജയം പ്രാപിക്കാനായി പോകുന്നു. പ്രാപിക്കാൻ പോവുകയല്ല, ഞാൻ വിക്ടോറിയസ് ആയി ജീവിക്കുന്നു. ഞാൻ അതിന്റെ മേൽ ജയാളിയായി ജീവിക്കാനായി പോകുന്നു. നോക്കി, നിങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നങ്ങൾ എനിക്ക് അറിയത്തില്ലല്ലോ, വിവിധങ്ങളല്ലേ നിങ്ങളുടെ പ്രശ്നങ്ങൾ. പക്ഷെ ആ പ്രശ്നങ്ങൾ നിങ്ങളിപ്പോൾ ഒന്ന് കൊണ്ടുവന്ന തലയിലോട്ട് എന്നിട്ട് ഉള്ളി കൊണ്ട് അതിനെ നോക്കിയിട്ട് പറ, നിനക്ക് ട്രയൽസേ, ട്രിബുലേഷൻസേ, പ്രശ്നങ്ങളെ, പ്രയാസങ്ങളെ ഞാൻ അവിടെ വിജയിച്ചു വാഴും. പറ, കൈ അടിച്ചോണ്ട് ചെയ്യേ. But this is not our pattern of, this is not our Christian pattern. ഇത് നമ്മുടെ ക്രിസ്തീയ പാറ്റേൺ അല്ല. When we are hear about troubles and trials, we started to cry. നമ്മൾ പ്രശ്നങ്ങളെ, പ്രതികൂലങ്ങളെ കാണുന്ന സമയത്ത് നമ്മൾ കരയുവാനിടയാകും. We ask and cry for help. നമ്മൾ സഹായത്തിന് വേണ്ടി നമ്മൾ കരയുവാനിടയാകും. We never confess this way. നമ്മൾ ഒരിക്കലും ഈ രീതിയിൽ ഏറ്റുപറയുന്ന സ്വഭാവം നമുക്കില്ല. This God ordained these problems God ordained these problems to my life for my victory and my promotion. ഈ പ്രശ്നങ്ങൾ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് ഓർഡർ ചെയ്തിരിക്കുന്നത് എൻ്റെ ജയത്തിനായിട്ട്, എൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. Can I prophesy to you? ഞാൻ നിങ്ങളോട് പ്രവചിക്കട്ടെ. Do not fear when you are in troubles and trials. നിങ്ങളുടെ പ്രശ്നങ്ങളിലും പ്രതികൂലങ്ങളിലും ആയിരിക്കുന്ന സമയത്ത് ഭയപ്പെടരുത്. Hear this word. ഈ വാക്യം കേൾക്കട്ടെ. They are the springboard to your next level of greatness. Amen. നിങ്ങളുടെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്. ഈ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നിങ്ങളുടെ ജീവിതത്തെ ഒരു സ്പ്രിംഗ് ബോട്ട് പോലെ അത് പ്രത്യക്ഷപ്പെടുവാൻ ഇടയാകും. അത് നിങ്ങളെ അടുത്ത നിലവാരത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. How many of you know the springboards? സ്പ്രിംഗ് ബോട്ട് എന്ന് വെച്ചാൽ എത്ര പേർക്ക് അറിയാം? ഈ നീന്താൻ പോകുന്ന ആളുകള് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു ബോർഡിനകത്ത് കയറി ഇങ്ങനെ മേലോട്ട് ചാടാൻ ശ്രമിക്കുന്നത് എത്ര പേര് കണ്ടിട്ടുള്ള? വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞ there എന്ന് പറഞ്ഞ your troubles and your trials going to be a springboard
for your next level of greatness. നിങ്ങളുടെ പ്രശ്നങ്ങളും നിങ്ങളുടെ പ്രതികൂലങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്പ്രിംഗ് ബോട്ട് പോലെ ആകാനായി പോകുന്നു. നിങ്ങളെ അടുത്ത നിലവാരത്തിലേക്ക്, അടുത്ത ഉയർച്ചയിലേക്ക് പോകുന്നതിന്. That means your problems lead you to next level of greatness. എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ അടുത്ത നിലവാരമുള്ള കൃപയിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഗ്രേറ്റ്നെസ്സിലേക്ക്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറ, നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളെ അടുത്ത നിലവാരത്തിലുള്ള ഗ്രേറ്റ്നെസ്സിലേക്ക്, അല്ലെങ്കിൽ വലിപ്പത്തിലേക്ക്, ഉയർച്ചയിലേക്ക്, ഗ്ലോറിയിലേക്ക് കൊണ്ടുപോകുകയാണ്. നിങ്ങൾ ആരും കൈയടിച്ചില്ല. Come on, ഉറക്കെ പറ. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളെ അടുത്ത എന്ന് പറഞ്ഞ when you are facing problem, just imagine that is going to be a springboard for me. That is going to like a steps to get into another levels. നിങ്ങൾ പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്ത് നിങ്ങൾ ചിന്തിച്ചാട്ടെ, അത് ഒരു സ്പ്രിംഗ് ബോട്ട് പോലെയാണ്, അല്ലെങ്കിൽ ഒരു ചവിട്ടുപടി പോലെയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ ജയിച്ച് അടുത്ത നിലവാരത്തിലേക്ക് കയറുക. Because you are called to live an ordinary, extraordinary life. നിങ്ങൾ വിളിച്ചിരിക്കുന്ന അസാധാരണമായ ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. Come on, say with me. In this season I'll get into higher realm of greatness. ഈ കാലഘട്ടത്തിൽ ഞാൻ ഉയർന്ന നിലവാരത്തിലുള്ള ശ്രേഷ്ഠതയിലേക്ക് പ്രവേശിക്കുവാൻ ഇടയാകും. Greatness, ഉയർന്ന നിലവാരത്തിലുള്ള ശ്രേഷ്ഠത. പറഞ്ഞേ, ഈ കാലഘട്ടം എനിക്ക് ഉയർന്ന പ്രതലത്തിലുള്ള ഗ്രേറ്റ്നെസ്സിലേക്ക് എന്നെ കൊണ്ടുപോകുന്നതാണ്. നിങ്ങൾ ആരും പറയുന്നില്ല. വീട്ടിൽ ചെന്നിട്ട് പറയാതിരിക്കാന്നോ? ഇരുന്നട്ടെ. എന്റെ കൂടെ പറഞ്ഞേ, ഈ കാലഘട്ടം എന്നെ ഉയർന്ന പ്രതലത്തിലുള്ള ഗ്രേറ്റ്നെസ്സിലേക്ക്, വലിപ്പത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു? നിങ്ങളുടെ മുമ്പിലെ പ്രശ്നങ്ങളെല്ലാം നിങ്ങളെ അടുത്ത ലെവലിലേക്ക് പൊക്കാൻ പോവുക. കൈയടിക്കേ. The time of higher realm of higher level of greatness. ഇത് അടുത്ത നിലവാരത്തിലുള്ള ഗ്രേറ്റ്നെസ്സിലേക്കുള്ള സമയമാണ്. ഇത് നിന്റെ സമയം. അടുത്ത പ്രതലത്തിലേക്ക് നീ കയറുന്ന സമയം. That's why I said to you, a grace is going to falling upon you to lift you to another level of grace. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഒരു കൃപ നിങ്ങളുടെ മേൽ പകരുവാനായി പോകുന്നു. നിങ്ങൾ അടുത്ത നിലവാരത്തിലുള്ള ഗ്രേറ്റ്നെസ്സിലേക്ക് ഉയർത്തത്തക്ക രീതിയിൽ. Time of higher level of greatness. ഉയർന്ന നിലവാരമുള്ള ഗ്രേറ്റ്നെസ്സിലേക്ക്. കൈയടിക്കേ. ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. അബ്രഹാമിനെ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കാം. ഹല്ലേലൂയ എന്ന് പറഞ്ഞ മഹത്വമുള്ള ജാതിയാക്കുമെന്ന വേറൊരു ട്രാൻസ്ലേഷൻ. എന്ന് പറഞ്ഞ ഇത് നിന്റെ മഹത്വത്തിന്റെ സമയമാണ്. നിന്റെ അകത്ത് നെഗറ്റീവായ ചിന്തകളിടാൻ നീ അനുവദിക്കരുത്. സാഹചര്യങ്ങൾ പറയുമ്പോൾ ഇത് വലിയ ഡിഫിക്കൽട്ട് ടൈമാണ്, എന്തൊക്കെയാണോ വരാൻ പോകുന്നതെന്ന് പറയരുത്. പറയേണ്ടത് ഇത് എൻ്റെ അടുത്ത നിലവാരത്തിലേക്കുള്ളതാണ്. ഹല്ലേലൂയ. Time of next level greatness. അടുത്ത നിലവാരത്തിലേക്കുള്ള വലിപ്പത്തിലേക്ക്. ഞാൻ ചിലരെ നോക്കി പ്രവചിച്ചു പറയട്ടെ, നിങ്ങൾ അടുത്തൊരു പ്രൊമോഷനിലേക്ക് വരാൻ പോകും. ആമേൻ. Thank you Jesus. അടുത്തിരിക്കുന്ന ഒരാളെ കൈ കൊടുത്തിട്ട് പറയാ, get ready to get into a new promotion. പുതിയ പ്രൊമോഷനിലേക്ക് വരാൻ തയ്യാറായാട്ടെ. Come on church. Hallelujah. ഞാൻ എന്തെങ്കിലും പറയുമല്ല, എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്. എപ്പോഴാണോ ദൈവജനം പ്രശ്നം അഭിമുഖീകരിച്ചത്, അപ്പോഴാണ് സഭ ഇരട്ടിച്ചത്, ജനം ഇരട്ടിച്ചത്, സമ്പത്ത് ഇരട്ടിച്ചത്, അനുഗ്രഹം ഇരട്ടിച്ചത്, ഗ്രേറ്റ്നെസ് വർദ്ധിച്ചത്.
എല്ലാം അങ്ങനെയാണെങ്കിൽ ഇത് നിന്റെ കാലഘട്ടമാണ്. Hallelujah. Receive it. Crisis work like a springboard to my excellence and next level of success. എൻ്റെ അടുത്ത ജീവിത രീതിയിലേക്ക്, അടുത്ത വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് പ്രതികൂലങ്ങൾ അതൊരു സ്പ്രിംഗ് ബോർഡ് പോലെ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനിടയാകുക. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ബട്ട് ഇൻ ദിസ് ടൈം നോർമലി ഹൗ വി റെസ്പോണ്ട് ടു ദ വെരി ഡിഫിക്കൽട്ട് ടൈം. പക്ഷേ ഈ ദുർഘട സമയത്ത് എങ്ങനെയാണ് നമ്മൾ അതിനോട് പ്രതികരിക്കാനിടയാകുന്നത്? ലിസൺ ടു മീ. എന്നെ ശ്രദ്ധിച്ചാലോ. ദൈവമേ എന്നെ കൈവിടല്ലേ, ദൈവമേ എന്നെ സഹായിക്കണമേ, കർത്താവേ എൻ്റെ കണ്ണുനീരെന്ന് തുടയ്ക്കുന്നേ, കർത്താവേ നീ എൻ്റെ അവസ്ഥയ്ക്ക് നിനക്ക് മനസ്സിലാവുന്നില്ലേ അപ്പാ, നീ എൻ്റെ അവസ്ഥ അറിയുന്നില്ലേ യേശുവേ. നിങ്ങളെന്നൊന്നും വേണ്ടാതെ കർത്താവേ, ആളുകളുടെ മുമ്പിൽ തല കുനിയാൻ ഇടയാക്കല്ലേ, ആളുകളുടെ മുമ്പിൽ തല കുനിച്ച് നിൽക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കല്ലേ ദൈവമേ, എന്നെ വിട്ടുകൊടുക്കല്ലേ ദൈവമേ. നിങ്ങളെന്നൊന്നും വേണ്ടാത്തെ. ഇതൊന്നും നിങ്ങൾ പറയില്ല എന്ന് പറയാനാണോ വരാൻ പോന്നേ? അങ്ങനെയാണോ വരാൻ പോന്നേ? അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കൊന്നുമില്ല. ഇതൊക്കെ 5-6 കഷ്ണം അവിടെ ഉള്ളതുകൊണ്ട് പ്രാർത്ഥിച്ചെങ്കിലും പോന്നേ. You know, when I start my Christian life, I also pray, Lord, help me cleanse my tears, help me cleanse my tears, and help me for to another level. This is what I also prayed. ഞാൻ ക്രിസ്ത്യ ജീവിതം തുടങ്ങിയ സമയത്ത് ഞാനും അങ്ങനെയായിരുന്നു. കർത്താവേ എന്നെ സഹായിക്കണേ, എൻ്റെ കണ്ണുനീർ തുടയ്ക്കണേ, അടുത്ത നിലവാരത്തിലേക്ക് എന്നെ കൊണ്ടുപോകണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. That is called childish prayer. അതാണ് കുട്ടിത്തമായ പ്രാർത്ഥന എന്ന് പറയുന്നത്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, ശിശുത്വത്തിന്റെ പ്രാർത്ഥന. ശിശുത്വത്തിന്റെ പ്രാർത്ഥന. Now I know Jesus lives in me. ഇപ്പൊ എനിക്കറിയാം യേശു എൻ്റെ അകത്ത് ജീവിക്കുന്നുണ്ടെന്ന്. I can face any issues. എനിക്ക് ഏത് പ്രശ്നത്തെ നേരിടാനായി സാധിക്കും. Because greater He is inside me. കാരണം വലിയവനായവൻ എൻ്റെ അകത്ത് ജീവിക്കുന്നു. I am an overcomer. ഞാൻ അതിനെ മറികടക്കുന്നവനാണ്. Come on church, I can do anything. എനിക്ക് എന്ത് ചെയ്യാനായി സാധിക്കും? I can do anything through Christ who strengthened me. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സർവ്വതും സാധ്യമാണ്. I can face any army in this world. ഈ ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും എനിക്ക് നേരിടാനായി സാധിക്കും. Any army. ഏത് സൈന്യത്തെയും. I can run to the army's house. ഞാൻ ആ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. Because I have the ability. കാരണം എനിക്ക് ആ കഴിവുണ്ട്. Because Jesus is with me. കാരണം യേശു എൻ്റെ അകത്തുണ്ട്. He lives in me. അവൻ എൻ്റെ അകത്ത് ജീവിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നു? പ്ലീസ് സിറ്റ്. ഒരു ചോദ്യം ചോദിക്കട്ടെ. When David faced Goliath, ഗോലിയാത്തിനെ ദാവീദ് നേരിട്ട സമയത്ത് how he faced? എങ്ങനെയാണോ ഫേസ് ചെയ്തത്? Just I always think if our believer faced Goliath, how they face. ഞാൻ എപ്പോഴും ചിന്തിക്കും നമ്മുടെ വിശ്വാസികൾ ഗോലിയാത്തിനെ നേരിടുമ്പോൾ എങ്ങനെയാണ് നേരിടുക? ആ തലേ രാത്രി അവർ ഉറങ്ങത്തില്ല. The previous night they won't going to sleep. അതിന് തൊട്ട് മുമ്പ് രാത്രി അവർ ഉറങ്ങത്തേ ഇല്ല. And they started to cry. അവർ കരയുവാൻ ശ്രമിക്കുക. Maybe some of them tried to take fasting. ചില ആൾക്കാർ ചിലപ്പോൾ ഉപവസിച്ചെന്നും വന്നേക്കാം. And started to say, Lord, I'm going to face Goliath. എന്നിട്ട് പറയും, കർത്താവേ ഞാൻ ഇതാ ഗോലിയാത്തിനെ നേരിടാനായി പോകുന്നു. I am a zero, Lord. I am zero. ഞാനൊരു പൂജ്യമാണ്, ഞാൻ ഒന്നുമില്ലാത്തവനാ, ഒന്നുമില്ല But you have to കർത്താവേ. help me, Lord. നീ എന്നെ സഹായിക്കണം I കർത്താവേ. believe you are going to help me, Lord. ഞാൻ വിശ്വസിക്കുന്നു നീ എന്നെ സഹായിക്കുമെന്ന്. I'm standing for you, Lord. ഞാൻ നിനക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. Lord, not put me shame, Lord. എന്നെ നാണത്തിന് ഇടയാക്കരുത് ദൈവമേ. നിങ്ങളൊന്നും മിണ്ടാത്തെ. ദാവീദ് എപ്പോഴെങ്കിലും ദൈവത്തിന്റെ സഹായം വിളിച്ച് കരഞ്ഞത് നിങ്ങൾ കണ്ടോ? നിങ്ങളൊന്നും വേണ്ടാതെ. ദാവീദ് ദൈവമേ 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 കർത്താവേ എനിക്കറിയത്തില്ല ഒന്നും പറഞ്ഞില്ല. ഇല്ല. നമ്മളാണെങ്കിൽ അന്ന് രാത്രി ഉറങ്ങത്തില്ല. മുടിരാത്രി പ്രാർത്ഥന. കർത്താവേ എത്ര വലിയ
മനുഷ്യനാണെന്നറിയോ? ആരുടെ പൊക്കോ? ഓ, ഞാൻ അതിന് മുമ്പിൽ ഉറുമ്പ് പോലെ ഉള്ളൂ. ഏക്കാൻ ഏറ്റു. ഇനി എങ്ങനെ പോകുന്ന എനിക്കൊരു പിടിയില്ല. കർത്താവേ, കൈയോടല്ല. Look at David. ദാവീദിനെ നോക്കൂ. How he faced that Goliath. ഗോലിയാത്തിനെ എങ്ങനെയാണ് അവൻ നേരിട്ടത്? Even he have only 5 stones in his hand. അവന്റെ കയ്യിൽ 5 കല്ലുകൾ മാത്രമാണ് He said, I am going to cut your head. അവൻ അതുകൊണ്ട് പറയാൻ നിന്റെ തലയെ ഞാൻ തകർക്കാനായി പോകുന്നു. That is called audacity of faith. അതാണ് വചനത്തിലുള്ള വിശ്വാസത്തിന്റെ അഡാസിറ്റി എന്ന് പറയുന്നത്. It is called audacity of faith. അതാണ് വിശ്വാസത്തിന്റെ അഡാസിറ്റി എന്ന് പറയുന്നത്. Are you listening? He never cry out for help. അവ ഒരിക്കലും സഹായത്തിന് വേണ്ടി കരഞ്ഞില്ല. Why? എന്തുകൊണ്ട്? He knew the anointing of God is resting upon him to make him a king. കാരണം അവൻ അറിയാമായിരുന്നു ദൈവത്തിന്റെ സാന്നിധ്യം അവന്റെ മേൽ വസിക്കുന്നുണ്ട്, അവനെ ഒരു രാജാവാക്കാൻ വേണ്ടിയിട്ട്. You know, I have not anointing. The anointer is with me now. അനോയിന്റിംഗ് അല്ല, അഭിഷേകം തരുന്നവൻ തന്നെ എന്റെ അകത്ത് ഇപ്പൊ ജീവിക്കാൻ ഇടയാകുന്നുണ്ട്. That means just imagine, this is Holy Spirit. ചിന്തിച്ചാട്ടെ, ഇത് പരിശുദ്ധാത്മാവാണ്. This is one of his portion. ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു ഭാഗമാണ്. This is called anointing for kingship. അത് രാജകീയത്തിന്റെ അഭിഷേകത്തിന്റെ ഇത് ഭാഗമായിട്ട്. This is what only David has. ഈ ഭാഗം മാത്രമാണ് ദാവീദിനുണ്ടായിരുന്നത്. But we have whole Holy Spirit in his us. നമുക്കെന്ന് പറയുന്ന പരിശുദ്ധാത്മാവിന്റെ മുഴുവൻ ഭാഗവും നമ്മുടെ അകത്തായിരിക്കുന്നു. I can face anything in this world. എനിക്ക് ഈ ലോകത്തിലുള്ള എന്തിനെ നേരിടാൻ സാധിക്കും. Our problem, we don't know how to face it. നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ എങ്ങനെയാണ് നമുക്ക് നേരിടണമെന്ന് അറിയത്തില്ല. Our Christian culture taught us, you have to cry, you have to cry, you have to cry, you have to cry. That's what the Christian culture taught us. നമ്മുടെ ക്രിസ്തീയ സമൂഹം നമ്മളെ പഠിപ്പിച്ചത് അത് എങ്ങനെയാണ് കരയുക, എങ്ങനെയാണ് കരഞ്ഞു നേടുക എന്ന് മാത്രമാണ് പഠിപ്പിക്കാൻ ഇടയായത്. Face your problems. നിങ്ങളുടെ പ്രശ്നങ്ങളെ നേരിട്ടാട്ടെ. Face your problems. നിങ്ങളുടെ പ്രശ്നങ്ങളെ നേരിട്ടാട്ടെ. Come on church, face your problem. നിങ്ങളുടെ പ്രശ്നങ്ങളെ നേരിട്ടാട്ടെ. Let's turn to James chapter 1 verse 1 and 2. James 2 and 3. James 1-ന്റെ 2-3 നമ്മൾ വായിക്കാം. Let's turn to, I'm going to read in Malayalam and English. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷയിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് അത് അശേഷം ദുഃഖമായി എന്ന് എണ്ണുവിൻ. നിങ്ങളുടെ ബൈബിളിൽ എങ്ങനെ? ഞാനൊരു പന്ന ട്രാൻസ്ലേഷനാണ് വായിക്കുന്നത്. നിങ്ങളുടെ ബൈബിളോ അതാണ് വായിക്കാത്ത? പുസ്തകം തോന്നാനല്ലേ അറിയാവൂ. പുസ്തകം നോക്കത്തില്ലല്ലോ, പാസ്റ്റർ പറയുന്നില്ലേ കേൾക്കത്തുള്ളൂ. അവിടെ എഴുതിയിരിക്കുന്നുണ്ടോ? അവിടെ എഴുതിയിരിക്കുന്നത് അശേഷം അത് സന്തോഷമായിട്ട് കാണണമെന്ന്. വിവിധങ്ങളായ പരീക്ഷകൾ വരുമ്പോൾ എന്ത് ചെയ്യണം? അതൊക്കെ സന്തോഷമായിട്ട് കാണണമെന്ന്. നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നു പ്രശ്നങ്ങൾ വരുമ്പോൾ സന്തോഷമായി കാണുമെങ്കിൽ ആ പ്രശ്നത്തിന് ശേഷമുള്ള ഫ്യൂച്ചർ അയാൾ കാണണം. ഇഷ്ടപ്പെട്ട് Consider it is nothing but joy, my brothers and sisters, whenever you fall into various trials. That means when you are facing various trials, consider it is going to be joyful. നിങ്ങൾ വിവിധമായ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക അത് സന്തോഷത്തിലേക്ക് കൊണ്ടുപോകാൻ ഇടയാകുക. ഹല്ലേലൂയ. ഈ ജസ്റ്റ് ഈ കഴിഞ്ഞ ആഴ്ച ഒത്തിരി പിള്ളേർ എന്നോട് പറഞ്ഞു ഞങ്ങൾ 10ാം ക്ലാസ് ജയിച്ചു വന്നു, നല്ല മാർക്കുണ്ട്. അങ്ങനെ 10ാം ക്ലാസ് ജയിച്ച പിള്ളേരൊക്കെ ഒന്ന് കൈവർത്തി കാണിച്ച്. കുറച്ചൊന്നും വന്നിട്ടില്ല, ആരും വന്നിട്ടില്ല, ഒരെണ്ണേ ഉള്ളൂ. ഓക്കെ, ഗുഡ്. ബാക്കിയുള്ളവരെ എവിടെ പോയെന്ന് അറിയത്തില്ല. 10ാം ക്ലാസ് ജയിച്ച പിള്ളേരോട് ചോദിച്ചിട്ട് 8ാം ക്ലാസ് നിങ്ങൾ ജയിച്ചില്ലായിരുന്നോ? എന്താ നിങ്ങൾ മിണ്ടാത്തെ? 8ാം ക്ലാസ് ജയിച്ചപ്പോൾ ഇത്ര സന്തോഷം ഉണ്ടായിരുന്നോ? പറ. ഒന്നും മിണ്ടണില്ല. സന്ദീപ് എഴുന്നേക്കണം. 10ാം ക്ലാസ് ജയിച്ചപ്പോൾ സന്തോഷമാണോ PhD കിട്ടിയപ്പോൾ ഉണ്ടായ സന്തോഷം? 10ാം ക്ലാസ്സിന്റെ സന്തോഷമാണ് വലുത്. നീ അങ്ങനെ എന്താണ്? ഞങ്ങളെല്ലാം കളിയാക്കുക, ഞങ്ങളൊക്കെ 10ാം ക്ലാസ്സിലേ ഉള്ളൂ, നിന്റെ PhD ശബ്ദമോ സന്തോഷം വലുതെന്ന് പറഞ്ഞ് എങ്ങനെ വെക്കുന്നേ? Every level gives you
levels of joys. ഓരോ നിലവാരവും നിങ്ങൾക്ക് സന്തോഷത്തിന്റെ പുതിയ നിലവാരം തരുവാനിടയാകും. New trial, it's lead you to another level of joy. ഓരോ പ്രശ്നങ്ങളും നിങ്ങളെ അടുത്ത നിലവാരമുള്ള സന്തോഷത്തിലേക്ക് എത്തിക്കും. But you have to face it. നിങ്ങൾ അതിനെ നേരിടണം. You have to face it. നിങ്ങൾ അതിനെ നേരിടണം. If you're ready to face it, you will get into another level of joy. നിങ്ങൾ അതിനെ നേരിടാൻ റെഡിയാണെങ്കിൽ നിങ്ങൾ അടുത്തൊരു സന്തോഷത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. Come on church. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. So, are you ready to receive a word? നിങ്ങൾ ആ വചനം സ്വീകരിക്കാൻ Are റെഡിയാണോ? you ready to receive a prophetic word for you? നിങ്ങളുടെ പ്രവചന വാക്ക് കേൾക്കാൻ റെഡിയാണോ? Listen to me. So, when you face challenges, say, "Dear Lord, thank you." നിങ്ങൾ പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞിട്ട് പ്രിയ ദൈവമേ നന്ദി. Next word is a prophetic word. I was born for this. ഞാൻ Amen. ഇതിനു വേണ്ടി ജനിക്കപ്പെട്ടവനാണ്. Hey! I am born for it. ഞാൻ ഇതിനു വേണ്ടി ജനിക്കപ്പെട്ടവനാണ്. I was born for it. ഞാൻ ഇതിനു വേണ്ടി ജനിക്കപ്പെട്ടവനാണ്. That's why I am born again. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ജനിച്ചത്. That's why the Holy Spirit. അതിനാണ് പരിശുദ്ധാത്മാവ്. That's why the word of God in me. അതാണ് ദൈവത്തിന്റെ വചനം എന്റെ I അകത്തായിരിക്കുന്നത്. was born for it. അതിനുവേണ്ടി ഞാൻ ജനിക്കപ്പെട്ടവനാണ്. I was born for it. ഞാൻ അതിനുവേണ്ടി ജനിക്കപ്പെട്ടവനാണ്. Come on, കൈ അടിച്ചൊരു ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. ഒന്ന് പറ, ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ ജനിച്ചയാളാ ഞാൻ. ഈ പ്രശ്നങ്ങൾ ജനിച്ച വ്യക്തിയാണ് ഞാൻ. കൈ അടിച്ചോണ്ട് പറ, ഈ പ്രശ്നങ്ങളെ നേരിടാൻ ജനിച്ചയാളാ ഞാൻ. ഈ പ്രശ്നങ്ങളെ നേരിടാൻ ജനിച്ച ആളാണ് ഞാൻ. എന്റെ അപ്പനും അമ്മയും സ്വർഗത്തിലിരുന്ന് മോൻ പ്രസംഗിക്കുന്നത് കാണുന്നുണ്ട്. പക്ഷെ ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ അവർക്ക് നേരിടേണ്ടി വന്നില്ല. പക്ഷേ ഈ കാലഘട്ടത്തിൽ ദൈവം എന്നെ ആക്കിയിരിക്കുന്നത് ഈ പ്രശ്നങ്ങളെ നേരിട്ടിട്ട് ജയാളിയായി ജീവിക്കാനാ. മനസ്സിലായവർക്കൊന്ന് തുള്ളിച്ചാടാ. അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ നീ ജനിക്കേണ്ട കാര്യമില്ലായിരുന്നു. നീ ഈ കാലഘട്ടത്തിൽ ജനിച്ചതിന്റെ കാരണം ഈ കാലഘട്ടത്തിലെ പ്രശ്നങ്ങളെ ജയിക്കാൻ വേണ്ടിയാ ദൈവം നിന്നെ ജനിപ്പിച്ചതാ. തോക്കാനല്ല, തകരാനല്ല. നിങ്ങൾക്ക് എന്നെ മനസ്സിലാകുന്നുണ്ടോ? Do you understand what I'm saying? നിങ്ങൾക്ക് എന്നെ മനസ്സിലാകുന്നുണ്ടോ? So, when you are facing problems and challenges, നിങ്ങൾ പ്രശ്നങ്ങളും വെല്ലുവിളികളും നേരിടുന്ന speak സമയത്ത് to your challenges. നിങ്ങളുടെ വെല്ലുവിളികളെ നോക്കി പറഞ്ഞാട്ടെ, I born for it. ഞാൻ ഇതിനു വേണ്ടി ജനിക്കപ്പെട്ടവനാണ്. Come on. നിങ്ങൾക്കൊരു എക്സൈറ്റ്മെന്റും ഇല്ലേ? എന്റെ ദൈവമേ, ഞാനിത് എഴുതി വെച്ച ഹോട്ടൽ മുറി വെച്ചാൽ എഴുതിയത്. ഞാൻ അവിടെ നിന്ന് ഡാൻസ് കളിച്ചിട്ട് പറഞ്ഞു, I was born for it. Amen. ഞാൻ ഇതിനു വേണ്ടി ജനിക്കപ്പെട്ടവനാണ്. ഞാൻ ഇതിനു വേണ്ടി ജനിക്കപ്പെട്ട, ഇതിനു വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ആളാ ഞാൻ. ഇതിനു വേണ്ടി ജനിക്കിയ ആളാ ഞാൻ. പക്ഷെ നമ്മുടെ ക്രിസ്തീയ മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്നറിയോ? എങ്ങനെയെങ്കിലും ഈ പ്രശ്നങ്ങളിൽ നിന്ന് തടി ഊരി തരണേ. അയ്യോ, ഈ പ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും എന്നെ തടി ഊരി തരണേ. കർത്താവേ, എന്നെ ഇതിലിട്ടേക്കല്ലേ. യേശുവേ, എന്നെ ഇതിലിട്ടേക്കല്ലേ. കർത്താവേ. എടാ, ഇതിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയാടാ ഞാൻ ജനിച്ചിരിക്കുന്നേ. പറയടാ അങ്ങോട്ട്. നിങ്ങൾ ഏത് കൂട്ടത്തിലാ? കർത്താവേ, എന്നെ ഇവിടെ ഇട്ടേക്കല്ലേ. ഇതാണോ നിങ്ങൾ? അതോ ഈ പ്രശ്നത്തെ നേരിടാനാ ഞാൻ ജനിച്ചിരിക്കുന്നത് പറയുന്നവരാണ്? പറ, ഏതിലാ നിങ്ങള്? അതെങ്ങനെയാ എനിക്ക് പറ്റുന്നേ? എന്റെ കൂടെ ഉള്ളവൻ ലോകത്തുള്ളവനൊക്കെ വലിയവനാന്നേ. എനിക്ക് പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെല്ലാൻ പറ്റും. അവനാൽ ഞാൻ മതിൽ ചാടിക്കടക്കും. അവനാൽ കഴിയാത്തതായിട്ട് ഒന്നുമില്ല. എനിക്ക് ഏത് കാര്യത്തെയും ഫേസ് ചെയ്യാം. Come on, വാ തുറക്ക. Difference between the childish prayer and mature prayer. ശിശുത്വമുള്ള പ്രാർത്ഥനയും മെച്യൂറായ പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം. Childish prayer always cry out for help. ശിശുത്വമുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് എപ്പോഴും സഹായത്തിന് വേണ്ടി കരയും. Maturity, when you are in mature, you will say, I will overcome it. I can do it. I call to be an overcomer.
പക്വതയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് എനിക്കത് ചെയ്യാനായി സാധിക്കും. എന്നെ അതിന് വിളിക്കപ്പെട്ടവനാണ്, എന്നെ എനിക്ക് മറികടക്കാനായി സാധിക്കുമെന്ന് That's why പറയുന്നതാണ്. 1 John chapter 5 verse 4 say, everyone born of God victorious and overcome this world. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 5:4 പറയുന്നത്, ദൈവത്തിൽ ജനിച്ചതൊക്കെ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തിന്റെ ജയമോ അത് നമ്മുടെ വിശ്വാസം തന്നെ. Hallelujah. I am born to win. ഞാൻ ജയിക്കാനായി വിളിച്ചിരിക്കുന്നു. I am born to succeed. ഞാൻ ജയത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. I am born to succeed. ഞാൻ ജയത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഞാനൊരു ജയാളിയാണ്. ഞാനൊരു ജയാളിയാണ്. ജനിച്ചത് ജയാളിയാകാനാണ്. ഞാൻ ജനിച്ചത് ജയാളിയാകാനാണ്. Come on, I am called to be succeed. ഞാൻ ജയാളിയാണ്. Come on, say. I am called to win. ഞാൻ ജയിക്കാനായി വിളിച്ചവൻ. I'm called to win. ഞാൻ ജയിക്കാനായി വിളിച്ചവൻ. I'm called to born to succeed. ഞാൻ ജയാളിയായി വിളിക്കപ്പെട്ടവൻ. I'm born to succeed. ഞാൻ ജയാളിയായി വിളിക്കപ്പെട്ടവൻ. I'm born to win. ഞാൻ ജയിക്കാനായി വിളിച്ചിരിക്കുന്നു. Say to yourself, നിങ്ങളെ തന്നെ നോക്കി പറഞ്ഞാട്ടെ, I can. എനിക്ക് Christ is inside me. ഈ ക്രിസ്തു എന്റെ അകത്തുണ്ട്. I can എനിക്ക് പറ്റും, because Christ lives in me. കാരണം ക്രിസ്തു എന്റെ അകത്ത് ജീവിക്കുന്നു. Come on, church, give a praise offering to the Lord. ദൈവത്തിന്റെ സ്തുതിയാഗം അർപ്പിച്ചാട്ടെ. That's why Romans chapter 8:37 say, I am more than a conqueror. അതുകൊണ്ടാണ് റോമർ 8:37 പറയുന്നത്, I am born for this time. ഞാൻ ഈ സമയത്തിന് വേണ്ടി ജനിക്കപ്പെട്ടവൻ. എല്ലാവരും പറഞ്ഞേ, ഞാൻ ഈ സമയത്തിന് വേണ്ടി ജനിക്കപ്പെട്ടയാളാണ്. ഞാൻ ഈ സമയത്തിന് വേണ്ടി ജനിക്കപ്പെട്ടവൻ. 5-6 പേരുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, ഈ സമയത്തിന് വേണ്ടി ജനിക്കപ്പെട്ടവൻ. ആള്. നോക്ക്, നമ്മളെല്ലാവരും കൊറോണ കണ്ടവരാ. നമ്മളെല്ലാം കൊറോണ കണ്ടവരാ. ലോകത്തിൽ ഒരു മനുഷ്യനും കൊറോണ കണ്ടിട്ടില്ല. വേറെ എത്രയോ ആൾക്കാർ കടന്നുപോയി, അവരാരും കൊറോണ കണ്ടവരില്ല. നമ്മളൊക്കെ കൊറോണ കണ്ടു. നമ്മൾ അതിനു വേണ്ടി ഒരു സ്പെഷ്യൽ ജനറേഷനാണ്. ഇതുപോലെ സകല കാര്യങ്ങളെയും, ഈ സമയത്തുണ്ടാകുന്ന സകല കാര്യത്തെയും ജയിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ജനറേഷനാണ് ഞാൻ. Don't be fearful when you hear about very difficult time. ദുർഘട സമയത്തെക്കുറിച്ച് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഭയപ്പെടരുത്. Hallelujah. Hallelujah. The word says, all things work together for good to them that love God. Hallelujah. എല്ലാ കാര്യവും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നന്മയ്ക്കായി കൂടെ ആവരിക്കുന്നു എന്ന് പറഞ്ഞേ. ദൈവം സ്നേഹിക്കുന്നവർക്ക്, അവന്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി പരിഗണിക്കുന്നു. അടുത്തിരിക്കുന്നവരോട് പറ, ഈ പ്രശ്നവും നന്മയ്ക്കാണ്, ഈ പ്രശ്നവും ഈ പ്രതിസന്ധി നന്മയ്ക്കാണ്. Hallelujah. When you are facing financial recession, rising inflation, don't be fearful. നിങ്ങൾ സാമ്പത്തിക മാന്ദ്യവും വിലക്കയറ്റവും കാണുന്ന സമയത്ത് നിങ്ങൾ ഭയപ്പെടരുത്. You have to say the word of God in me. നിങ്ങളുടെ ദൈവവചനം നിങ്ങളുടെ അകത്ത് പറയാനിടയാകണം. Hallelujah. You have to say the word of God dwells in me richly. നിങ്ങൾ പറയണം, ദൈവത്തിന്റെ വചനം എൻ്റെ അകത്ത് വസിക്കുന്നു, അത് സമൃദ്ധിയായിട്ട്. Hallelujah. I stand in the word. ഞാൻ വചനത്തിനായി നിൽക്കും. I will soak in the word of God. ഞാൻ ദൈവവചനത്തിൽ മുങ്ങിയിരിക്കുന്നു. I stand for the word of God. ഞാൻ ദൈവവചനത്തിൽ നിൽക്കും. It bring ineffable blessing to my life. അത് പരിധിയില്ലാത്ത സമൃദ്ധി എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനിടയാകും. Ineffable blessing to my life. പരിധിയില്ലാത്ത സമൃദ്ധിയിലേക്ക് എൻ്റെ ജീവിതത്തെ കൊണ്ടുവരുവാനിടയാകും. It brings ineffable blessing to my life. എൻ്റെ ജീവിതത്തിൽ പരിധിയില്ലാത്ത അനുഗ്രഹം എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Because I am backed with the promises. കാരണം ഞാൻ ദൈവത്തിന്റെ വാഗ്ദത്തവുമായി സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. Let's turn to one more scripture. ഒരു വാക്യത്തിലും കൂടെ പോകാം. നിങ്ങൾ എൻ്റെ കൂടെ എത്തിയോ? അയ്യോ ഇത് നിർത്തിയോ അതോ തുടരുമോ? പ്രിൻസി പറയുന്നത് നിർത്തി ബ്രദറെ, കളഞ്ഞ് എൻ്റെ ദൈവമേ, എന്നെ കൈവിടല്ലേ കർത്താവേ, പറയല്ലേ. നിങ്ങളെന്താ മിണ്ടാത്തെ? പ്രശ്നങ്ങൾ നേരിടുമ്പോൾ പറയണം, യേശു എൻ്റെ കൂടെ ഉണ്ട്. ഐ ക്യാൻ ഫേസ് ഇറ്റ്. എനിക്കതിനെ നേരിടാം. പറ, ഒരു ഹല്ലേലൂയ പറ. Let's turn to 1 Peter chapter 3 verse 2 Peter chapter 1 verse 3.
2 പത്രോസ് 1:3. For his divine power has bestowed on us every necessary for life and godliness. തന്റെ മഹത്വത്താലും വീരത്താലും നമ്മൾ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തിയും ജീവനും ഭക്തിക്കും വേണ്ടി ഒക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിലും ഇതും തുറന്നു നോക്കുന്ന നല്ലതാ, ചന്തമുള്ള കാര്യമാണ്. തുറക്ക്, പുസ്തകമായിട്ട് കൊണ്ടിരുന്ന നല്ലത്. എന്താ ഈ പുസ്തകം ഇല്ലാതെ വരുന്നേ? ഞാൻ പറയുന്നത് കേക്ക് മാത്രമല്ല, ഇത് പറയുമ്പോൾ വായിക്കണം. അപ്പം നിങ്ങളുടെ അകത്ത് കുറച്ചും കൂടെ മനസ്സിലാവും. നോക്കിക്കേ, അവിടെ എഴുതിയിരിക്കുന്നുണ്ടോ? ബ്യൂട്ടിഫുൾ ആയ ഒരു വേർഡാണ്. അവന്റെ ദിവ്യശക്തി ഭക്തിക്കും ജീവനും വേണ്ടത് മുഴുവൻ തന്നിരിക്കുക. വാട്ട് ഈസ് റിട്ടൺ? എന്താണ് എഴുതിയിരിക്കുന്നത്? ഡിവൈൻ പവർ ഹാസ് bestowed on us everything necessary for life and godliness. അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. Read it once again. ഒന്നും കൂടെ വായിച്ചാട്ടെ. What is written? His divine power, അവന്റെ ദിവ്യശക്തി has bestowed on us everything. അവൻ സർവ്വതും തന്നിരിക്കുന്നു. Listen. For godliness and life. ദൈവത്വത്തിനും ജീവനും വേണ്ടിയിട്ടുള്ളത്. That means whatever you want for the life and godliness, the power of God already given to you. ദൈവിക ജീവന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ കാര്യമാണോ നിനക്ക് ആവശ്യമായിരിക്കുന്നത് അത് ദൈവശക്തി നിന്റെ ഉള്ളിൽ തന്നിരിക്കുകയാണ്. അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടത് മുഴുവൻ തന്നിട്ടുണ്ട്. So if you want to see the godliness and the life, how? ദിവ്യത്വവും ജീവനും നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കാണാൻ സാധിക്കുക? ജീവനും ഭക്തിക്കും വേണ്ടത് മുഴുവൻ എങ്ങനെയാ നിങ്ങൾ കാണുന്നേ? So simple. When you connect with the power of God, then only it will manifest. അത് നിസ്സാരമാണ്. ദൈവശക്തിയുമായിട്ട് എപ്പോഴാണോ നിങ്ങളൊന്ന് കണക്റ്റഡ് ആകുന്നത് അത് വെളിപ്പെട്ടു വരുവാനിടയാകും. That means it is written, his divine power has bestowed on us everything for life and godliness. ദിവ്യശക്തി നിനക്ക് ജീവനും ഭക്തിക്കും വേണ്ടിയിരിക്കുന്ന സർവ്വം നിനക്ക് തന്നിരിക്കുന്നു. Hallelujah. Through the divine power, God will supply whatever you need in godliness and life. ദൈവത്വത്തിനും ജീവനും വേണ്ടിയിട്ടുള്ള എല്ലാം ദൈവശക്തിയിലൂടെ സർവ്വതും ദൈവം നിനക്ക് തന്നിരിക്കുകയാണ്. So when you facing any lack, എന്തെങ്കിലും കുറവ് നിനക്ക് നീ അഭിമുഖീകരിക്കുന്നെങ്കിൽ, so normally what we will do, സാധാരണ നമ്മൾ എന്താണ് ചെയ്യുന്നത്? we look at the heaven, നമ്മൾ മുകളിലേക്ക് നോക്കും, സ്വർഗ്ഗത്തിലേക്ക് നോക്കും, and ask Lord help me. എന്നിട്ട് നമ്മൾ പറയും ദൈവമേ എന്നെ സഹായിക്കണേ, Lord help me, എന്നെ സഹായിക്കണം ദൈവമേ. But it is written, the power of God is already bestowed on us. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ദൈവശക്തി നമ്മുടെ അകത്ത് ആക്കി വെച്ചിരിക്കുകയാണ്. For what? എന്തിനു വേണ്ടിയിട്ടാണ്? Whatever you need for godliness and life, it is already inside us. ദൈവത്തിനും ജീവനും വേണ്ടി എന്തൊക്കെ വേണ്ടിയിട്ടാണ് ആയിരിക്കുന്നത് അത് മൊത്തവും നമ്മുടെ അകത്ത് ആക്കി വെച്ചിട്ടുണ്ട്. That means when you connect with the power of God, whatever you need, it will manifest in your life. ദൈവശക്തിയുമായിട്ട് എപ്പോഴാണോ നീ ഒരു കണക്ഷനിലേക്ക് വരുന്നത് ആ സമയത്ത് നിനക്ക് ആവശ്യമുള്ള എല്ലാം നിന്നിൽ വെളിപ്പെട്ട് വരുവാനിടയാകും. When we face any lack, we never try to connect with the Holy Spirit. നമ്മുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുറവ് നേരിടുന്ന സമയത്ത് നമ്മൾ പരിശുദ്ധാത്മാവുമായി കണക്റ്റഡ് ആകാൻ ശ്രമിക്കാറില്ല. സത്യം ചോദിക്കട്ടെ, നിങ്ങളുടെ മുമ്പിൽ ഒരു കുറവ് വരുമ്പോൾ ആ കുറവ് വരുന്ന സമയത്ത് പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെടണമെന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട്? അയ്യോ ദൈവമേ എന്നെ സഹായിക്കണമെന്നല്ലേ പറയത്തുള്ളൂ. എന്താ വേണ്ടാത്തെ? നമ്മൾ അങ്ങനെയാ ചെയ്യുന്നേ. എന്നാൽ ബൈബിൾ പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ലൈഫിന് വേണ്ടതെല്ലാം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുക. ആ ശക്തിയുമായി നിങ്ങൾ എപ്പോൾ കണക്റ്റഡ് ആകുന്നു, അപ്പോൾ നിങ്ങൾ കണക്റ്റഡ് ആകുന്നത് ഒരു റിസോഴ്സിനോടാണ്. When you connect with the power of God, that means you are connecting to the resource of God. നിങ്ങൾ ദൈവശക്തിയുമായിട്ട് ബന്ധത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ റിസോഴ്സസിലേക്കാണ് നിങ്ങൾ കണക്ഷനിലേക്ക് വരുന്നത്. Can you say hallelujah? Hallelujah. 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 Say with me, I am born to win. ഞാൻ ജയിക്കാനായി ജനിച്ചവൻ. Hallelujah. I am born to win. ഞാൻ ജനിക്കാനായി ജനിച്ചവൻ. I am born to win. ഞാൻ ജനിക്കാനായി ജനിച്ചവൻ. I am born to win. ഞാൻ ജയിക്കാനായി ജനിച്ചവൻ. I am born ജനിച്ചവൻ. for succeed.
born to succeed. ഞാൻ ജയാളിയായി വിളിക്കപ്പെട്ടവൻ. എന്റെ കൊടുന്ന് പറഞ്ഞ് ഞാൻ ജനിച്ചതേ ജയാളിയാകാനാണ്. ഞാൻ ജനിച്ചത് ഞാൻ ജയാളിയാകാനാണ്. ജനിച്ചതേ വിജയിക്കാനാണ്. ഞാൻ ജനിച്ചത് വിജയിക്കാനാണ്. ഞാൻ ജനിച്ചതേ ജയാളിയാകാനാണ്. ഞാൻ ജനിച്ചത് ജയാളിയാകാനാണ്. ഇത് നമ്മുടെ മൈൻഡ് സെറ്റിലുള്ളതല്ല കേട്ടോ. നമ്മുടെ മൈൻഡ് സെറ്റിൽ ജയാളിയാകാന്ന് പറഞ്ഞ തലയിലൊന്നുമില്ല. എപ്പോഴെങ്കിലും എന്തെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ നമ്മുടെ തലയിലുള്ളത്. അങ്ങനെയല്ല, ഞാൻ ജനിച്ചതേ ജയാളിയാകാനാണ്. ഏത് ജനനമാ താരുകുട്ടിയിൽ നിന്ന് ഞാൻ ഉണ്ടായി. ആ താരുകുട്ടിയിൽ നിന്നുണ്ടായി ഈ സാധനമല്ല ജനനം. എൻ്റെ അകത്തൊരു മനുഷ്യൻ ജനിച്ചിട്ടുണ്ട്. ആ ആളെ കുറിച്ചാണ് പറഞ്ഞത് ഞാൻ ജയാളിയാണ്. എൻ്റെ കൂടെ എത്തിയോ? എന്റെ കൂടെ പറഞ്ഞ ഞാൻ ജനിച്ചത് ജയാളിയാകാനാണ്. ഒന്നുകൂടെ പറ, ഞാൻ ജയിച്ചത് വിജയിക്കാനാണ്. എന്നെ ദൈവം അതിനായിട്ടാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. He chosen for me. I am royal. ഞാൻ രാജകീയനാണ്. I am a priest. ഞാൻ പുരോഹിതനാണ്. I am a royal priest. ഞാൻ രാജകീയ പുരോഹിതനാണ്. I am called to supremely blessed. ഞാൻ പരമോന്നതമായി അനുഗ്രഹിക്കപ്പെടാൻ വിളിച്ചിരിക്കുന്നു. Hallelujah. I am called to supremely blessed. പരമോന്നതമായി അനുഗ്രഹിക്കപ്പെടാൻ വിളിച്ചിരിക്കുന്നു. കൈയടിച്ചൊരു ആമേൻ പറ. Hallelujah. I am born to win. ഞാൻ ജയിക്കാനായി വിളിച്ചിരിക്കുന്നു. Hallelujah. I know last 3 weeks before while I was listening to Pastor Chris, ഞാൻ 3 ആഴ്ചകൾക്ക് മുമ്പ് പാസ്റ്റർ ക്രിസ്റ്റിനെ കേൾക്കുന്ന സമയത്ത് he said we announced a confession like this. അദ്ദേഹം ഒരു കൺഫെഷൻ ഇങ്ങനെ അനൗൺസ് ചെയ്യാനിടയായി. He said like this, you are the answer. അതിൻ്റെ അകത്ത് അദ്ദേഹം പറയുന്നത് നിങ്ങൾ ഉത്തരമാണ്. You are the answer. നിങ്ങൾ ഉത്തരമാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. I am the answer. നിങ്ങൾക്ക് എത്ര പേർക്ക് പറയാൻ സാധിക്കും ഞാൻ ഉത്തരമാണ്? Hallelujah. I am the answer for my neighbors. ഞാൻ എൻ്റെ അയൽക്കാർക്ക് ഞാനൊരു ഉത്തരമാണ്. I am the answer for the nations. ഞാൻ രാജ്യങ്ങൾക്ക് ഞാനൊരു ഉത്തരമാണ്. So when I was hearing him, I started to confess, I am the answer for nations. ഞാൻ അത് കേൾക്കാനിടയായപ്പോൾ ഞാൻ പറയാനായി തുടങ്ങി ഞാൻ രാജ്യങ്ങൾക്ക് ഒരു ഉത്തരമാണ്. Hallelujah. എന്നിലൂടെ അനേകർക്ക് ഉത്തരം കിട്ടാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഞാനൊരു ഉത്തരമാണ്. ഞാനൊരു ഉത്തരമാണ്. അനേകരുടെ ഉത്തരമാണ് ഞാൻ. അനേകരുടെ ഉത്തരമാണ് ഞാൻ. കൈയടിക്കുക ഒരു ആമേൻ പറ. I am the answer. ഞാനൊരു ഉത്തരമാണ്. I am the solution. ഞാനൊരു പരിഹാരമാണ്. The world is looking for me. ലോകം എന്നെ കാത്തിരിക്കുകയാണ്. The world is looking for me. ലോകം എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കൊടുന്ന് പറഞ്ഞത് the world is looking for me. എനിക്ക് വേണ്ടി ലോകം നോക്കിയിരിക്കുകയാണ്. Because I am born to win. കാരണം ഞാൻ ജനിക്കാനായി വിളിക്കപ്പെട്ടവൻ. I am an answer. ഞാൻ ഉത്തരമാണ്. I am the answer. ഞാൻ ഉത്തരമാണ്. You are the answer. നിങ്ങൾ ഉത്തരമാണ്. അതുകൊണ്ട് world is looking at you. അതുകൊണ്ട് ലോകം നിങ്ങളെ നോക്കുകയാണ്. നിങ്ങൾ ഇനി ലോകത്തിലേക്ക് നോക്കരുത്, ലോകം നിങ്ങളിലേക്ക് നോക്കണം. നിങ്ങളാണ് അനേകർക്ക് ഉത്തരം. ആമേൻ. കൈയടിക്കേ ഹല്ലേലൂയ പറ. രാധബരനരകബസലകരബോ രസലകരബരകസലകോ. I'm going to conclude it. Today's message, I not touch today's message. Next week we will think about it. ഞാൻ ഇന്നത്തെ മെസ്സേജിനെ തൊടാനിടയായില്ല, എന്നാൽ ഞാൻ നിർത്തുകയാണ്. Amen. Today's message is only from Ephesians chapter 1. എഫേസ്യർ 1 നിന്നാണ് ഇന്നത്തെ മെസ്സേജ് തുടങ്ങുന്നത്. So my message name is we are enthroned to reign. That's what my message. എന്നെ വാഴുവാനായി കിരീടധാരണം ചെയ്യപ്പെട്ടവനാണ്. So today I am not able to share today. എനിക്ക് ഇന്നത് പ്രസംഗിക്കാനായി സാധിച്ചില്ല. You are encouraged. എനിക്ക് മനസ്സിലായി നിങ്ങൾ എൻകറേജ്ഡ് ആയി. How many of you believe I am the answer? നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നു ഞാൻ ഉത്തരമാണ്? You are the answer. നിങ്ങൾ ഒരു ഉത്തരമാണ്. കൈയടിക്കേ ഒരു ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. Don't allow the negatives in your mind. നെഗറ്റീവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം Don't കൊടുക്കരുത്. allow the negatives in your mind. നെഗറ്റീവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കരുത്. Instead of that, you have to believe it is going to be a springboard for my next level greatness. അതിനു പകരം നിങ്ങൾ പറയണം ഈ പ്രശ്നങ്ങൾ എൻ്റെ അടുത്ത നിലവാരത്തിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പ്രിംഗ് ബോട്ട് ആണെന്ന്. Come on church, say it is going to lift me to another level of blessings. എന്നെ അടുത്ത നിലവാരമുള്ള അനുഗ്രഹത്തിലേക്ക് അതെന്നെ ഉയർത്തുവാനിടയാകും. When I am facing challenges, ഞാൻ വെല്ലുവിളികൾ നേരിടുമ്പോൾ God ordained them for my victory and my promotion. ദൈവം അത് ഓർഡൈൻ ചെയ്തിരിക്കുന്നത് എൻ്റെ വിക്ടറിക്ക് എൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ദൈവം അത് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. When you see a problem in your life, നിങ്ങളുടെ പ്രശ്നത്തിൽ ഒരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം confess it is going to destroy you. അത് എന്നെ തകർക്കുമെന്ന് ഏറ്റു പറയരുത്. Instead of that, you have to say this is for my victory, this is for
for my promotion. അതിന് പകരമായി നീ പറയണം ഇത് എന്റെ ജയത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, ഇത് എനിക്ക് പ്രൊമോഷന് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറയാനിടയാകണം. Do not allow the devil to drop negativities in your mind. പിശാച് നിങ്ങളുടെ ഹൃദയത്തിൽ നെഗറ്റിവിറ്റി കൊണ്ടിടാനായി അവസരം കൊടുക്കരുത്. Don't think negatively. നെഗറ്റീവായി രീതി ചിന്തിക്കരുത്. Very difficult time. വളരെ ദുർഘടമായ So സമയം. I can't face it. എനിക്കത് നേരിടാനായി സാധിക്കത്തില്ല. This is not a time of impossibilities. ഇത് അസാധ്യതകളുടെ സമയമല്ല. This is for you it is possibilities. നിങ്ങൾക്ക് ഇത് സാധ്യമായ സമയമാണ്. For you it is for the possibilities. ഇത് നിങ്ങൾക്ക് സാധ്യമായ സമയമാണ്. See your possibilities. നിങ്ങളുടെ സാധ്യതകളെ കണ്ടാട്ടെ. See your possibilities. നിങ്ങളുടെ സാധ്യതകളെ കണ്ടാട്ടെ. See your unending success. നിങ്ങളുടെ ആ പരിധിയില്ലാത്ത ജയത്തെ നിങ്ങൾ കണ്ടാട്ടെ. See your unending victories. നിങ്ങളുടെ പരിധിയില്ലാത്ത ജയത്തെ നിങ്ങൾ കണ്ടാട്ടെ. Believe this is the time of my inheritance. ഇത് എന്റെ അവകാശത്തിന്റെ സമയമാണെന്ന് And you വിശ്വസിച്ചാട്ടെ. have to say I am getting into my inheritance in this season. എന്റെ അവകാശങ്ങളിലേക്ക് ഈ കാലഘട്ടത്തിൽ ഞാൻ പ്രവേശിക്കുകയാണെന്ന് പറഞ്ഞാട്ടെ. Oh, the blessing is going to follow me. Blessings are going to follow me. എല്ലാ അനുഗ്രഹങ്ങളും എന്നെ പിന്തുടരുകയാണ്. Goodness and mercy will follow me. നന്മയും കരുണയും എന്നെ പിന്തുടരും. Because this is my season. കാരണം ഇത് എന്റെ കാലഘട്ടമാണ്. എന്റെ കൊടുത്ത് പറഞ്ഞു ഇത് എന്റെ കാലഘട്ടമാണ്. ഇതെന്റെ കാലഘട്ടമാണ്. ഇതെന്റെ സീസണാണ്. ഇതെന്റെ സീസണാണ്. എന്റെ അവകാശത്തിലേക്ക് എന്റെ അവകാശത്തിലേക്ക് ഞാൻ കയറുന്ന സീസണാണ്. ഞാൻ കയറുന്ന സീസണാണ്. ഇതെന്നെ തകർക്കാനുള്ളതല്ല. ഇതെന്നെ തകർക്കാനുള്ളതല്ല. പകരം ഇതെന്നെ പ്രൊമോഷനിലേക്ക് നടത്താനുള്ളതാണ്. പ്രൊമോഷനിലേക്ക് നടത്താനുള്ളതാണ്. ഇതെന്നെ തകർക്കാനുള്ളതല്ല. തകർക്കാനുള്ളതല്ല. ഒരു പുതിയ വിജയത്തിൽ നിന്ന് അടുത്ത വിജയത്തിലേക്ക് എന്നെ കയറ്റാനുള്ളതാണ്. ജയത്തിൽ നിന്ന് അടുത്ത ജയത്തിലേക്ക് കടത്താനുള്ളതാണ്. ജയത്തിൽ നിന്ന് ജയം. ജയത്തിൽ നിന്ന് ജയം. വിജയത്തിൽ നിന്ന് വിജയം. വിജയത്തിൽ നിന്ന് വിജയം. ജയത്തിൽ നിന്ന് ജയം. ജയത്തിൽ നിന്ന് ജയം. വിജയത്തിൽ നിന്ന് വിജയം. വിജയത്തിൽ നിന്ന് വിജയം. അതാണ് എന്റെ ജീവിതം. അതാണ് എന്റെ ജീവിതം. വിജയത്തിൽ നിന്ന് വിജയം. വിജയത്തിൽ നിന്ന് വിജയം. ജയത്തിൽ നിന്ന് ജയം. ജയത്തിൽ നിന്ന് ജയം. അതാണ് എന്റെ ജയം. അതാണ് എന്റെ ജീവിതം. അതാണ് എന്റെ ജീവിതം. ഈ ലോകത്തിൽ ഞാൻ ജനിച്ചിരിക്കുന്നത് ഈ ലോകത്തിൽ ഞാൻ ജനിച്ചിരിക്കുന്നത് ഇതിനെ മുഴുവൻ ഞാൻ ഫേസ് ചെയ്യാനാണ്. ഇതിനെ മുഴുവൻ ഞാൻ ഫേസ് ചെയ്യാനാണ്. ഇതിനെ ഫേസ് ചെയ്യാൻ എനിക്ക് കഴിയും. ഇതിനെ ഫേസ് ചെയ്യാൻ എനിക്ക് കഴിയും. കാരണം എന്റെ കൂടെ ഉള്ളവൻ ലോകത്തുള്ളതിനേക്കാൾ വലിയവനാണ്. എന്റെ കൂടെ ഉള്ളവൻ ലോകത്തുള്ളതിനേക്കാൾ വലിയവനാണ്. ദാവീദ് പറഞ്ഞതുപോലെ എനിക്ക് സൈന്യത്തിന് നേരെ പാഞ്ഞതല്ല, ഞാൻ അതിനെ മറികടക്കും. ഓ, ഇന്ന് പകൽ മുതൽ നിങ്ങളുടെ മേൽ അത് വ്യാപരിക്കുകയാണ്. Don't pray a childish prayer. Don't cry out for like a child. ശിശുവിനെ പോലെ കരയരുത്. You are already matured. നിങ്ങൾ പക്വതയുള്ളവരാണ്. You have to know how to face your problems. നിങ്ങൾക്ക് മനസ്സിലാക്കണം നിങ്ങളുടെ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടണമെന്ന്. How to overcome your issues. നിങ്ങളുടെ പ്രശ്നങ്ങളെ എങ്ങനെ മറികടക്കാമെന്ന്. Because the ability of God is in you. കാരണം ദൈവത്തിന്റെ കഴിവ് നിന്റെ അകത്തുണ്ട്. The power of God is in you. ദൈവത്തിന്റെ ശക്തി നിന്റെ അകത്തുണ്ട്. Jesus said, before you receive the power, do not depart from Jerusalem. നിങ്ങൾ ശക്തി പ്രാപിക്കുന്നതിന് മുമ്പ് യെരൂശലേമിൽ നിന്ന് പോകരുത്. So once you receive the power, you can testify any end of this world. നിങ്ങൾ ശക്തി പ്രാപിച്ചാൽ ലോകം മുഴുവൻ ലോകത്തെത്തോളം നിങ്ങൾക്ക് സാക്ഷികളാകാൻ സാധിക്കും. That means the power of God is in me. കാരണം ദൈവത്തിന്റെ ശക്തി എൻ്റെ അകത്തുണ്ട്. I can testify God anywhere in the world. എനിക്ക് ദൈവത്തെ ഈ ലോകത്തിന്റെ എവിടെയും സാക്ഷീകരിക്കാനായി സാധിക്കും. What does mean by testifying? എന്താണ് സാക്ഷീകരിക്കുക എന്ന് പറഞ്ഞാൽ? Testifying means glorifying. സാക്ഷീകരിക്കുക എന്ന് പറഞ്ഞാൽ മഹത്വപ്പെടുത്തുക എന്നാണ്. That means I am going to glorify God wherever I go. ഞാൻ എവിടെ പോയാലും എൻ്റെ ദൈവത്തെ ഞാൻ മഹത്വീകരിക്കാനായി പോകുന്നു. Come on church, praise offering. Amen. ദൈവത്തെ സ്തുതിയാഗം അർപ്പിച്ചാട്ടെ. I can face anything. എനിക്ക് എന്ത് നേരിടാനായി സാധിക്കും. I am born for this season. ഞാൻ ഈ കാലഘട്ടത്തിന് വേണ്ടി ജനിക്കപ്പെട്ടവൻ. തുള്ളി ചാടിയിട്ട് പറയാ, I am born for this season. ഞാൻ ഈ കാലഘട്ടത്തിന് വേണ്ടി ജനിക്കപ്പെട്ടവൻ. I am born for this season. ഞാൻ ഈ കാലഘട്ടത്തിന് വേണ്ടി ജനിക്കപ്പെട്ടവൻ. I am born for this season. ഞാൻ ഈ കാലഘട്ടത്തിന് വേണ്ടി I ജനിക്കപ്പെട്ടവൻ. am born for this. I am born for this. ഞാൻ ഇതിനായി ജനിച്ചവൻ. I am born for this. ഞാൻ ഇതിനായി ജനിച്ചവൻ. സഹോദരങ്ങളെ, ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോൾ കേട്ട പ്രസംഗം ഇങ്ങനെയല്ല. ദൈവം നിങ്ങളുടെ സ്ഥിതിയെ മാറ്റും, ദൈവം നിങ്ങളുടെ അവസ്ഥകളെ മാറ്റും. എത്ര കൊല്ലമായിട്ട് കേട്ടോണ്ടിരിക്കുക, ഒരു മാറ്റം ഇല്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ദൈവം നിങ്ങളുടെ കഷ്ടതകളെ മാറ്റും, ദൈവം നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തും. ഒരിക്കൽ ദൈവം നിങ്ങളെ ഉയർത്തും, ഒരിക്കൽ നിങ്ങളെ ദൈവം രക്ഷിക്കും. എത്ര നാളുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുക, ഇത് നടന്നില്ലെങ്കിൽ 10-20 കൊല്ലമായിട്ട് കേൾക്കുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നടന്നില്ലെങ്കിൽ ഞാൻ ഉത്തരവാദിത്തം. ഒരു നല്ല ഹല്ലേലൂയ പറ.
നിങ്ങൾ ആരാണ്, how much you know who you are, that much success is yours. നിങ്ങൾ Amen. ആരാണ്, നിങ്ങൾ എത്രത്തോളം തിരിച്ചറിയും അത്രത്തോളം ജയം നിങ്ങൾക്കുണ്ട്. I am the child of God. ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. Hallelujah. The great God lives in me. വലിയവനായ ദൈവം എന്റെ അകത്ത് ജീവിക്കുന്നു. That's why I'm living victory. അതുകൊണ്ടാണ് ഞാൻ ജയത്തിൽ ജീവിക്കുന്നത്. The Lord of creation lives in me. സർവ്വ പ്രപഞ്ച സൃഷ്ടാവ് എന്റെ അകത്ത് ജീവിക്കുന്നു. That's why I win always. അതുകൊണ്ടാണ് എനിക്ക് എപ്പോഴും ജയം. That's why I win always. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ജയിക്കുന്നത്. I can win everywhere. എനിക്ക് എവിടെയും ജയിക്കാനായി സാധിക്കും. Wherever I go, ഞാൻ എവിടെ പോയാലോ I transmit and transfer the power of God. ദൈവത്തിന്റെ ശക്തിയെ ഞാൻ പകർന്നു കൊടുക്കുവാൻ ഇവിടെയാകും. Because the power of God is resting upon me. കാരണം ദൈവത്തിന്റെ ശക്തി എന്റെ അകത്ത് വസിക്കുന്നു. I am walking with the power. ഞാൻ ദൈവശക്തിയായി നടക്കുന്നു. I can touch anything and I can change anything. എനിക്ക് എന്തിനെ തൊടാനായി സാധിക്കും, എനിക്ക് എന്തിനെ മാറ്റുവാനായി സാധിക്കും. നിങ്ങളിത് പറയുന്നുണ്ടോ? നിങ്ങൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി, പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇരുന്നാട്ടെ. Something happened to your spirit today. ഇന്ന് നിങ്ങളുടെ ആത്മാവിന് ചില സംഭവിച്ചിട്ടുണ്ട്. From today your thought pattern will be different. ഇന്നു മുതൽ നിങ്ങളുടെ ചിന്തിക്കുന്ന രീതികൾ മാറ്റമുണ്ടാകാൻ. You will stop crying. നിങ്ങൾ കരച്ചിൽ നിർത്തും. You stop pleading. നിങ്ങൾ യാചിക്കുന്നത് നിർത്തും. Stop pleading. യാചിക്കുന്നത് നിർത്തും. Hallelujah. Instead of pleading, you have to ask and you have to confess. നിങ്ങൾ യാചിക്കുന്നതിന് പകരം നിങ്ങൾ കൺഫസ് ചെയ്യാനിടയാകണം. God bless you. Thank you very much.